നമസ്കാരം. ഇത് ബിഗ് ടി വിയെക്കുറിച്ചാണ്. ഞാൻ ബിഗ് ടി വിയെക്കുറിച്ച് വാർത്തകൾ ചെയ്യാറുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് വാർത്തകൾ ഇപ്പോൾ ചെയ്യുന്നില്ല. അത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു എന്ന് നമ്മൾ കണ്ട് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് എത്തിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ചെയ്തിരുന്നു. അന്ന് ഇവർ കൊച്ചിയിൽ സ്റ്റുഡിയോ തുടങ്ങുന്നു, 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരും, റേറ്റിങ്ങിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെയാണ് ലോഞ്ചിൻ്റെ അന്ന് അനിൽ അയ്യൂർ പറഞ്ഞത്. അന്ന് അവർ വലിയ ലോഞ്ചൊക്കെയാണ് നടത്തിയത്, കൊച്ചിയിൽ നടത്തിയത്. അന്ന് ഇവിടുന്ന് എല്ലാവരെയും ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായി. ഹൈദരാബാദിലുള്ള ചാനലുമായിട്ട് ടൈപ്പ്, ബിഗ് ടി വി എന്ന ചാനലുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് കേരളത്തിൽ തുടങ്ങുന്നത്. അന്ന് അതിനെക്കുറിച്ച് കുറേ വാർത്തകൾ ചെയ്തു. കേരളത്തിൽ വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ പരസ്യങ്ങൾ കണ്ടെത്തി വാർത്തകൾ ചെയ്യണം, അവർക്കൊരു സാലറി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ വാർത്ത ചെയ്തു. അന്നൊക്കെ ആ വാർത്തയിൽ വലിയ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഇവർ ഹൈദരാബാദിലെത്തി, ഇവിടെ നിന്നുള്ള എല്ലാവരും പോയി അവിടെ എത്തി വലിയ രീതിയിൽ സ്റ്റുഡിയോയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വാർത്തകളൊക്കെ വന്നു തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടാണ്. അന്ന് വലിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം വലിയ കുറ്റും കുരവയും ആരംഭിച്ച ബിഗ് ടി വിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ ഒന്ന് വാർത്ത ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ അവസ്ഥ വലിയ പ്രശ്നത്തിലാണ്. കാരണം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയ കുറേ ആളുകളെ ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കുറേ ആളുകൾ ഹൈദരാബാദിലും ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇവിടെ വന്ന ന്യൂസ് റീഡേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ന്യൂസ് വായിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പല ആളുകളുമായിട്ട്, ആ ബിഗ് ടി വിയിൽ തന്നെ ഉള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വാർത്ത ചെയ്യുന്നത്. വലിയ പ്രശ്നത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ് ബിഗ് ടി വി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം VR/AR സ്റ്റുഡിയോയിൽ വാർത്ത വായിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ നോർമൽ ബ്യൂറോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വാർത്ത വായിക്കുന്നതായി കാണുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇന്നൊക്കെ വാർത്ത ശ്രദ്ധിച്ചു. ഒരു ടേബിൾ ഇട്ടിട്ട് 2 പേരിരുന്ന് വാർത്ത വായിക്കുന്നു. പണ്ട് ന്യൂസ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ന്യൂസ് ചാനൽ വെച്ചാൽ പ്രാദേശിക ന്യൂസ് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ സാങ്കേതികമായിട്ടൊന്നും അറിയില്ലാത്ത ഉണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് ഒരു ഗ്രീൻ മാറ്റ് വലിച്ചു കെട്ടിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള വാർത്ത, അത് ഇത്രയും വലിയ ഒരു സാറ്റലൈറ്റ് ചാനലിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 3 മാസത്തേക്കെടുത്ത് ഹൈദരാബാദിലെ സ്റ്റുഡിയോയിലെ പ്രവർത്തനം നിർത്തിവെച്ചു. 3 മാസത്തേക്കാണ് അവർ സ്റ്റുഡിയോ കൊടുത്തിരുന്നത്. ആ ബിഗ് ടി വി റീലോഞ്ച് എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അന്ന് അവർ പറഞ്ഞു റീലോഞ്ച് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുള്ളൂ, അതിനു മുമ്പ് കൊച്ചിയിലെ സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ആക്കണം എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ്. ഞാനങ്ങനെ വാർത്ത, പക്ഷേ കൊച്ചിയിലൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ സ്റ്റുഡിയോയിലെ പ്രവർത്തനം ഇപ്പോൾ മലയാളം ന്യൂസ് ചാനലിലെ പ്രവർത്തനം നിർത്തിയിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. കൊച്ചിയിലാണെങ്കിൽ ഒന്നുമായിട്ടുമില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല, സ്വന്തം സ്റ്റുഡിയോ ഇല്ല. സ്റ്റുഡിയോയ്ക്ക് സ്ഥലമൊക്കെ കൊടുത്ത് അവിടുത്തെ പണിയൊന്നും തീർന്നിട്ടില്ല. അത് ഞാൻ അന്വേഷിച്ചു, അവിടുത്തെ പണിയൊന്നും തീർന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതോടൊപ്പം 2006 ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങൾ മറ്റൊരു ഇലക്ട്രോണിക് കടയിൽ നിന്നും 75 ലക്ഷത്തോളം രൂപയ്ക്ക് വാങ്ങിയ ടി വിയും ഉൾപ്പെടെയാണ് ന്യൂക്ലിയസ് മാളിന് ഓപ്പോസിറ്റ് AMB പാർക്കിന് ഒരു ചെറിയ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു സെറ്റപ്പിൽ ആലോചിക്കണം, ചെറിയ സെറ്റപ്പിൽ ഒരു സ്റ്റുഡിയോ. അത് ഇത്രയും ആളുകൾ പല ചാനലിൽ നിന്നും പോയി പല വാഗ്ദാനങ്ങളും ചെയ്ത് ആദ്യമായിട്ട് ഒരു ലേഡി ചീഫ് എഡിറ്ററായി സുജയ വരുന്നു എന്നുള്ള വാർത്ത എല്ലാവരും ആഘോഷിച്ചു. അത് അത്ഭുതകരമായിരുന്നു. ഒരു ലേഡി ചീഫ് എഡിറ്ററാണ്, അത് എല്ലാവർക്കും അഭിമാനമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഒരു പാളിച്ചകൾ സംഭവിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാണുമ്പോൾ 30% വർക്ക് തീർന്ന പോലെ തോന്നുന്നു. ആ വാർത്ത വാങ്ങിയത് 30%. അത് വാടകയ്ക്കുള്ള ഘട്ടത്തിലാണ് കേട്ടോ. അതോടൊപ്പം റെൻറ്റിനെടുത്ത സ്വിച്ചർ കമ്പനി എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്, അതെനിക്കറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. റെൻറ്റിനായിരുന്നു സ്വിച്ചറൊക്കെ എടുത്തത്, അത് തിരിച്ച് കമ്പനി കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അങ്ങനെ പറയപ്പെടുന്നു എന്നാണ്. ചില അറിയാവുന്ന സത്യങ്ങൾ സത്യം പോലെ ഞാൻ പറയുന്നത്. ജിബില്ലാത്തതുകൊണ്ട് എന്താണ്, നമുക്ക് ക്യാമറയിൽ ഈ പറയുന്ന ക്യാമറ മൂവ് ചെയ്ത് ഇവരൊക്കെ നടന്നു വരുന്ന കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിട്ടൊക്കെ അവർ വന്നതാണ്. പക്ഷെ അവിടെയൊന്നും ഇപ്പോഴുള്ള സ്ഥലപരിമിതി ഇല്ലാത്തതുകൊണ്ട്, ജിബില്ലാത്ത കാരണം അത് വലിയ പോരായ്മയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാണ്. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് സോഫ്റ്റ്വെയർ ഓഫാക്കി എന്ന് പറയുന്നു. എന്തോ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ഈ ജിബൊക്കെ ഇട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓഫാക്കി എന്ന് പറയുന്നു. അതിനുശേഷമാണ് സുജയും ആളുകളൊക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ സ്റ്റാഫുകൾ എടുത്ത് അവർ പകുതി ഇവിടെ പകുതി അവിടെയൊക്കെ ആയിട്ടൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്നത്. ബ്യൂറോയിൽ ഉപയോഗിക്കുന്ന ക്യാമറകൾ താഴെ ചെറിയ പ്രോമറ്റർ വെച്ചാണ് സുജയും ടീമും കൊച്ചിയിൽ വാർത്ത വായിക്കുന്നത്. എനിക്കൊക്കെ ഇവിടെ പ്രോമറ്റർ ഉണ്ട് കേട്ടോ, അത് വെച്ചാണ് നമ്മളും വാർത്ത വായിക്കുന്നത്. അതൊക്കെ ചെറിയ സെറ്റപ്പിലായിരിക്കും. സാധാരണ നമ്മുടെ സ്റ്റുഡിയോക്കൊക്കെ അത്തരം ഒരു സെറ്റപ്പിലേക്കാണ് വാർത്ത വായിക്കുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ
വലിയ ആഘോഷമാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ജീവനക്കാർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2006 PCR സെറ്റപ്പിലാണ് ബിഗ് ടി വി ഓടുന്നത്. ഇരുന്ന് നിന്നും ക്ലോസും വെച്ച് വായിക്കാനല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇരുന്ന് നിന്ന് ക്ലോസും വെച്ച് വായിക്കാനല്ലാതെ വേറൊരു ഓപ്ഷനും അവരുടെ ഇല്ല. അതിൻ്റെ സജ്ജീകരണം ഇല്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ചാനലിൽ എത്ര നന്നായിട്ട് വാർത്തകൾ വായിച്ചു കൊണ്ടിരുന്ന എത്ര ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരവസ്ഥയാണ് നമ്മളിപ്പം ശ്രദ്ധിക്കുന്നത്. സ്റ്റുഡിയോ ക്യാമറ വാടകയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇപ്പോൾ സ്റ്റുഡിയോയ്ക്ക് വെക്കുന്ന ക്യാമറയൊക്കെ വലുതായിരിക്കണം. അത് വാടകയ്ക്ക് അന്വേഷിക്കുന്നത് അതിലുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ട ഒരു അറിവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബ്യൂറോയ്ക്ക് ഇപ്പോൾ പണിയൊന്നുമില്ല. 4 മണിക്കുള്ള ഫുട്ബോൾ പരിപാടി പരിമിതികൾ കാരണം ഇപ്പോൾ ഒഴിവാക്കി. അത് നല്ലൊരു ഷോ ആയിരുന്നു കേട്ടോ. അതിൽ എനിക്ക് ആരാണെന്ന് തോന്നുന്നില്ല ആ ഒരു ആങ്കർ ചെയ്തത്. നല്ലൊരു ഷോ ആയിട്ട് 4 മണിക്ക് ഫുട്ബോളല്ലേ ഇപ്പം ലോകകപ്പ് നടക്കുമ്പോൾ നല്ലൊരു പ്രോഗ്രാമായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പം ഈ പ്രശ്നങ്ങൾ ഈ പരിമിതിക്കുള്ളിൽ അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത് നിർത്തലാക്കിയെന്ന് പറയുന്നു. അതൊക്കെ ഗംഭീര റേറ്റിങ്ങിലേക്ക് വരുന്ന ഒരു പരിപാടി പോലെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചു. പുതിയ സ്റ്റുഡിയോ പണിയുന്നിടത്ത് കറണ്ട് ഇല്ലെന്ന് പറയുന്നു. അതിന് ഏകദേശം 1 കോടി രൂപ വേണം എന്നാണ് അടുത്ത ആളുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽ ഹൈദരാബാദിൽ പെട്ട് കിടക്കുകയാണ്. അനിലയൂർ ഹൈദരാബാദിലാണ്. കാരണം അനിലയൂർ അവിടെ നിൽക്കുമ്പോൾ പറയുന്നത് അവരുടെ സാധനങ്ങൾ റീവാക്ക് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അവരുടെ റീലോഞ്ചിന് എല്ലാ പരിപാടിയും അനിലയൂർ ബുദ്ധിയുള്ളവരാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് അവർ അത്രയും കൂടെ നിർത്തിയത്. അപ്പം അത് ചെയ്തതിന് ശേഷം കേരളത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും റീവാക്ക് ചെയ്യുന്നവരെയുള്ള ശമ്പളം അവർ കൊടുക്കും. പ്രവാസ് എന്ന കമ്പനിയാണിത്. പിന്നീടുള്ള അവർ കൊടുക്കില്ല എന്നും പറയപ്പെടുന്നു. ഒന്ന് ആലോചിക്കണം. ഞാൻ ഇവിടുത്തെ സ്റ്റാഫുകളെ ഭയപ്പെടുത്തുന്നില്ല, ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ പുതിയ സ്റ്റുഡിയോ പണിയെടുത്ത് ഞാൻ നേരത്തെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം എടുത്തിരിക്കുന്ന സ്റ്റുഡിയോ അതാണ്. ആ സ്റ്റുഡിയോ വൈറ്റില ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ടാൾ റോപ്പിൻ്റെ 100 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് ഷൂട്ട് നടക്കുന്നത്. 100 സ്ക്വയർ ഫീറ്റിനും എന്തുണ്ട് ഒരു സ്റ്റുഡിയോയ്ക്ക്? സാധാരണ ഒരു സ്റ്റുഡിയോയ്ക്കൊക്കെ അതിലും കൂടുതൽ വലിപ്പം വേണം. നമ്മുടെയൊക്കെ സ്റ്റുഡിയോ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇത് ബിഗ് ടി വിയുടെ ഒരു അവസ്ഥയാണ്. ബിഗ് ടി വിയുടെ വാർത്ത ഞാൻ തുടക്കം മുതൽ ചെയ്തതാണ്. ബിഗ് ടി വിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ തുടക്കം മുതൽ ചെയ്തതാണ്. അന്നൊക്കെ എന്നെ പുച്ഛിച്ച ബിഗ് ടി വിയിലെ തലപ്പത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും ഇത് തന്നെയാണ്. ഞാൻ അവിടെയുള്ള എല്ലാവരുമായിട്ട് ബന്ധമുള്ളവരാണ്. ആ ബന്ധമുള്ളവരുമായിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചതിന് ശേഷമാണ് ഈ വാർത്ത ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൊച്ചിയിൽ ചെറിയ ഒരു സെറ്റപ്പിൽ വാർത്ത വായിക്കുന്നു. അത് ഇത്ര നാളിനുള്ളിൽ വലിയ സെറ്റപ്പിലേക്ക് മാറുമെന്ന് പറയുന്നു. പണ്ട് ഇവർ പറഞ്ഞിരുന്നു 1 മാസത്തിനുള്ളിൽ 2 മാസത്തിൽ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളവരെ കൊണ്ടുപോവുക. പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ ഒത്തിരി ആളുകൾ അസ്വസ്ഥരായി. ചില ആളുകൾ രാജിവെച്ചു. ആ സ്പോർട്സൊക്കെ നോക്കുന്ന ആൾ രാജിവെച്ച് 24 നിന്ന് ബിഗ് ടി വിയിലേക്ക് പോയി. ബിഗ് ടി വിയിൽ നിന്ന് നിലവിൽ റിപ്പോർട്ടർ ടിവിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ രാജിവെച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് പ്രൊഫഷണലിസം ഇല്ല എന്ന് പറയുന്നു. എന്നാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാരെ ക്യാമറാമാനാക്കി എടുത്ത് നിയമിച്ചു. അതിൽ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നിലവിൽ അതൃപ്തിയൊക്കെ അന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇതാണ് ബിഗ് ടി വിയുടെ. ഇനി കാത്തിരുന്ന് കാണാം. ബിഗ് ടി വി ഒരു വലിയ രീതിക്ക് വരുമെന്ന് പറഞ്ഞ് പല ചാനലിൽ നിന്നും ആളുകളെ വലിയ ശമ്പളം കൊടുത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശമ്പളമല്ല, ഇവർക്ക് ജോലിയോടുള്ള താല്പര്യം കൂടെ, ജോലി ചെയ്യാനും എന്നുള്ള താല്പര്യം, അത് ചെയ്യാനുള്ളൊരു അവസരം ഇല്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ മനസ്സ് മടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. പല ആളുകളും ഇപ്പോൾ പല ചാനലിലും ജോലി അന്വേഷിക്കുന്നുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്.